ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കെസിയ ലിബിൻ. അപ്പോൾ ഇന്നലെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരു 10-15 വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അത്രയൊന്നും കിട്ടുമെന്ന് ഓർത്തതേ അല്ല കേട്ടോ. ആരെങ്കിലും ഒരാൾ കാണുമെന്നോ പോലും ഒരു ഇതില്ലായിരുന്നു. ഇപ്പോൾ ഒരു 10-15 പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ തന്നെ എടുത്ത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു തംബ്നെയിലില്ല, ഒന്നുമില്ല. ആക്ച്വലി ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ തംബ്നെയിലൊക്കെ ഇട്ടായിരുന്നു ചെയ്തത്. പക്ഷേ വീഡിയോ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിന് ഒന്നുമില്ല, ഒരു ഹെഡില്ല, ഒന്നുമില്ലാതെ അത് വീഡിയോ വന്നു കിടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു 60 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. തിങ്കളാഴ്ച തൊട്ട് എല്ലാം തുടങ്ങാൻ തിങ്കളാഴ്ചയാണല്ലോ നല്ലൊരു ദിവസം. അപ്പം തിങ്കളാഴ്ച തൊട്ട് ഒരു 60 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മെയിനായിട്ടും അതിനൊന്ന് ഞാൻ എൻ്റെ റൂട്ടീൻ ഫുഡ് കട്ട് ചെയ്തിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല. ഫുഡ് കട്ട് ചെയ്യാന്ന് വെച്ചാൽ ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും. ഷുഗർ, പിന്നെ ഈ ബേക്കറി ഐറ്റംസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തുകൊണ്ട്, പിന്നെന്താ നമ്മൾ കഴിക്കുന്ന നോർമൽ ഫുഡ്, ചോറാണെങ്കിൽ ചോറ്, വീട്ടിലുണ്ടാക്കുന്ന എല്ലാ സാധനവും. ഇപ്പം ഡയറ്റാന്ന് വെച്ചിട്ട് നമ്മൾ അന്നേരം സൂപ്പർ മാർക്കറ്റിൽ പോയി ഡയറ്റിനുള്ള കുറേ പച്ചക്കറിയും കുറേ ഫ്രൂട്ട്സും കുറേ ഓട്സും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു പരിപാടിയില്ല. പിന്നെ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന എന്താണോ അതിൻ്റെ പോർഷൻ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ പോർഷൻ കട്ട് ചെയ്ത്, അതായത് അളവ് കുറച്ച് കഴിക്കുക. അങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിച്ച് അങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ ഞാൻ മാക്സിമം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എടുക്കുവാണേലും ഇപ്പോൾ ഒരു 6 മണി 7 മണിക്കുള്ളിൽ ഡിന്നർ അവസാനിപ്പിച്ചിട്ട് പിറ്റേ ദിവസം മോർണിംഗ് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 6 മണിക്ക് ഡിന്നർ കഴിച്ച് നമ്മുടെ കഴിക്കുന്നത് ഈറ്റിംഗ് വിൻഡോ ക്ലോസ് ചെയ്യാനാണ് ഞാൻ അങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം തുടക്കത്തിൽ തന്നെ നമ്മൾ എല്ലാ ഫുഡും കട്ട് ചെയ്ത്, പിന്നെ ചോറ് കട്ട് ചെയ്ത്, ഷുഗർ കട്ട് ചെയ്ത്, നമ്മൾക്ക് പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കത് അധികം മാക്സിമം ഈ 1-2 ആഴ്ച മാക്സിമം അത്രയും കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. അത് കഴിയുമ്പോൾ തന്നെ നമ്മൾ തന്നെ മടുക്കും. അതേസമയം നമ്മുടെ ഒരു ലൈഫ് റുട്ടീൻ്റെ ഭാഗമായിട്ട് എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതാണ്, അങ്ങനത്തെ ഡയറ്റ് ഫോളോ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനത്തെ ഡയറ്റ് ഫോളോ ചെയ്ത്, അതായത് എനിക്ക് ഡയറ്റ് എടുക്കാനും ഷുഗർ കട്ട് ചെയ്യാനൊക്കെ വലിയ മടിയില്ലാത്ത കൂട്ടത്തില്ല. പക്ഷേ എന്താ പറയുന്നത്, ഇവിടെയെന്ന് പറയുമ്പം ഞാനിപ്പോൾ സൗദിയിലാണ് ഉള്ളത്. അപ്പം ഉറക്കത്തിൻ്റെ ടൈമിങ്, അപ്പോൾ അതൊക്കെ ഒരു കറക്റ്റൊരു ഇതായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം നോർമലി പോകാൻ പറ്റും. അത് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, ഇവിടെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ഉച്ചയാകുമ്പോൾ എണീക്കും, ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, പിന്നെ അപ്പം എന്താണ് ഉണ്ടാക്കുന്നത്, ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഫുഡ് ഓക്കെ ആക്കും. അപ്പോൾ ചോറായിരിക്കും കഴിക്കുന്നത്. ആകെ 2 നേരമായിരിക്കും കഴിക്കുന്നത്. ഉച്ചയ്ക്കും കഴിക്കും, പിന്നെ ഡിന്നറും കഴിക്കും. ഡിന്നർ കഴിക്കുന്നത് നല്ല ലേറ്റായിട്ടായിരിക്കും. അപ്പം ഡിന്നർ കഴിച്ചിട്ട് അങ്ങനെ കുറേ നേരം ഒന്നും ഇരിക്കുന്നില്ല. ചിലപ്പോൾ കഴിച്ചിട്ട് അന്നേരം കിടന്നുറങ്ങുമായിരിക്കും. അപ്പോൾ ഒരു ഓർഡർ ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് ഓർഡറാക്കി ഒരു നല്ലൊരു ലൈഫ് റുട്ടീനിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ എൻ്റെ കൂടെ ഒന്നിച്ച്, അതായത് എല്ലാവരും ഒരു വെയിറ്റ് ലോസൊക്കെ ചെയ്ത് കുറച്ച് വണ്ണമൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് കൂടുതലും ഇടുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വീഡിയോ ഇപ്പോൾ മൺഡേ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വെയിറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് അപ്പം തൊട്ട് ഒരു ഷോർട്സ് ആയിട്ട് ഇട്ട് പോവാം. എല്ലാ ദിവസത്തെ എന്തൊക്കെയാണ് കഴിക്കുന്നത്, എന്തേരം വെച്ചാണ് കഴിക്കുന്നത്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോവാം. അപ്പോൾ എൻ്റെ കൂടെ ചാലഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൂടെ. പിന്നെന്താ, പിന്നെ ഇന്നലെ ഞാൻ താരം പോകാനുള്ള ഒരു ഹോം റെമഡി ചെയ്യുന്നത് കാണിച്ചില്ല. ഓയിൽ അപ്ലൈ ചെയ്യുന്നത് വരെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ മൊത്തത്തിലൊരു വെപ്രാളമാണ്. അപ്പം
അതിൻ്റെ കുറേ മിസ്റ്റേക്കുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ ചെയ്യുന്ന എന്താണ് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തരാനാണ്. ഞാൻ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ആദ്യം പാരച്യൂട്ടിൻ്റെ ഓയിൽ തലയിൽ തേച്ചു. സാധാ കോക്കനട്ട് ഓയിൽ, നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ യൂസ് ചെയ്ത് തല നന്നായിട്ട് താരൻ നല്ലപോലെ ഇളക്കിയിട്ട് ആ എണ്ണ തേച്ചു. അത് കഴിഞ്ഞിട്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നല്ലപോലെ തേച്ച് എല്ലാം ഇങ്ങനെ ഓരോ വകച്ചിലെടുത്ത് നല്ലപോലെ തലയൊട്ടിയിലും മുടിയിലും എല്ലാം കഞ്ഞിവെള്ളം ബെസ്റ്റാട്ടോ. അത് നമ്മുടെ സ്കിന്നിനാണേലും മുടിക്കാണേലും ഒക്കെ നല്ലൊരു സാധനമാണ് കഞ്ഞിവെള്ളം. അങ്ങനെ കഞ്ഞിവെള്ളം തലയിൽ നല്ലപോലെ അപ്ലൈ ചെയ്തു. എന്നിട്ടൊരു കുറച്ച് സമയം ഞാൻ കുളിക്കാൻ കയറിയ ആ ടൈമിലാണ് തേച്ചത്. മേലൊക്കെ കഴുകി കഴിയുന്ന ആ സമയത്ത് നമുക്ക് തലയും കുറച്ച് സമയം ഞാൻ വെച്ചുള്ളൂ. നല്ലപോലെ വാഷ് ചെയ്ത് കളഞ്ഞു. ഷാമ്പു ഒന്നും യൂസ് ചെയ്തില്ല. അപ്പോൾ അതാണ് ഇത് കുറച്ച് ഓയിലി ആയിട്ടിരിക്കുന്ന മുടി. ഓയിൽ ഫുള്ള് കംപ്ലീറ്റ്ലി കഴുകി കളഞ്ഞിട്ടില്ല. പക്ഷേ താരൻ നല്ലപോലെ ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, നന്നായിട്ട് താരൻ പോയിട്ടുണ്ട്. തലയൊട്ടിയിലൊക്കെ ഒട്ടും കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. താരനൊന്നും അധികമില്ല. പക്ഷേ ഇത് നമ്മൾ ഇപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെയും ഓട്ടോമാറ്റിക്കലി താരൻ വീണ്ടും വരും. അപ്പം നമ്മൾ ഒരു ആഴ്ചയിലൊരു 3 ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ താരനെ നമുക്ക് ഇവിടുത്തെ വെള്ളത്തിൻ്റെയാണ് കൂടുതലും. ആ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഇവിടെ കൂടുതൽ താരൻ വരാനുള്ള മെയിൻ റീസൺ അതാണ്. പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിലും എല്ലാവർക്കും ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും താരനുണ്ട്. പക്ഷേ കഞ്ഞിവെള്ളം തലേദിവസത്തെ കഞ്ഞിവെള്ളം തലയിൽ തേക്കുന്ന നല്ലൊരു റെമഡിയാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. വെച്ച് വരുന്നേ ഉള്ളൂ. അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിൽ ആരെങ്കിലും ഉണ്ടാവുമോ ഒന്നൊന്നും എനിക്കറിയില്ല. വെയിറ്റ് ലോസ് ജേണിയിൽ ആരും കാണത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഇതിൽ എനിക്കൊരു മോട്ടിവേഷൻ, അപ്പം ഓരോ ദിവസവും ഓരോ വീഡിയോ ഇടണം, അല്ലെങ്കിൽ അത് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടാവും എന്നുള്ളൊരു ആ ഒരു മോട്ടിവേഷനാണ് എനിക്ക് എൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷൻ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.